ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം കേട്ടോ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത്, കാരണം ഞാൻ വീട്ടിൽ നിന്ന് വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ടുണിക്സ് ആയതുകൊണ്ട് തന്നെ വണ്ടി കയറുമ്പോൾ ആൾക്കാരൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ ഒരു നോട്ടത്തിന് ഇട വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് മാറാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി മുതൽ ടുണിക്സ് ഉള്ള ദിവസങ്ങളിൽ. അപ്പോൾ ഇത് ക്ലാസ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള തൊട്ടപ്പുറത്തെ വീടാട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഗ്രൂമിങ്ങിൻ്റെ ചെക്കിങ്ങിന് വേണ്ടി വന്നു. നമ്മുടെ ഹെയർ, മേക്കപ്പ്, നെയിൽ എല്ലാം നോക്കൂ കേട്ടോ. എല്ലാം കറക്റ്റാണോ നോക്കും. അതിനുശേഷം ഓണത്തിന് വേണ്ടി ഞങ്ങൾക്ക് 6-ാം തീയതിയാണ് സെലിബ്രേഷൻ. അപ്പോൾ ഓണത്തിൻ്റെ പ്രാക്ടീസൊക്കെ ആട്ടോ. ഓണം സെലിബ്രേഷൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രാക്ടീസൊക്കെയാണ്. പക്ഷേ ഇത് വെറുതെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടില്ല കേട്ടോ. വെറുതെ ഈ കാണിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഇൻഡിപെൻഡൻസ് ഡേക്കും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഫൈഹയും സർബാസും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അവരുണ്ട് കേട്ടോ. അവർക്ക് ഇന്നലെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറി അവർ ഇന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബസ് കയറാൻ വേണ്ടി വന്ന് നിന്നു കേട്ടോ. ഇതാ കാണുന്ന കടയിലാണ് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോണത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവരൊക്കെ പോയി, അവർ ഹോസ്റ്റലിലാണല്ലോ നിൽക്കണം. അപ്പോൾ ഞാൻ ബസ് കയറാൻ വേണ്ടി ഇവിടെ നിന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിൽ വന്നു. മെട്രോയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ മെട്രോയ്ക്കാണ് പോവാറ്. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോസ് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഈ സമയമാകുമ്പോൾ എല്ലാ ദിവസവും വരണത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മെട്രോന്ന് എടുത്ത ഒരു വീഡിയോ കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗി കേട്ടോ. സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒക്കെ ഇതിനൊരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ആലോചിക്കും ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ മിക്കപ്പോഴും മെട്രോയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മോച്ചുവിന് ഞാൻ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ച് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എപ്പോഴും പറയും അത് വേണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പോയപ്പോൾ മോച്ചുവിന് നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മോച്ചുവിൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമായിട്ടോ കിൻഡർ ജോയ് വേണമെന്ന്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മോച്ചുവിന് കൊടുക്കാം. ഏനാ മോച്ചു, എടുത്തോ, പിടിച്ചോ. ഇഷ്ടമായോ? മോച്ചു പനിയൊക്കെ കുറഞ്ഞോ? മോച്ചുവിന് പനിയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ അല്ലേ മോച്ചു? കിൻഡർ ജോയ് ഇഷ്ടമായോ? ഇനി അമ്മ നാളെ എന്താ വാങ്ങിക്കണ്ടേ? മറ്റത്. അപ്പോഴേക്കും മമ്മി മറ്റേ എന്താ പറയുക, പിച്ച തരേണ്ട അവസ്ഥയോ അല്ലേ? കയ്യിലുള്ള പൈസയൊക്കെ തീരും അല്ലേ? നല്ലത് തന്നെ. അപ്പം എല്ലാവർക്കും ഒരു ബായ് കൊടുത്തേ. ഇത് അന്നമോള അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ട കേട്ടോ. ഒരു ബായ് കൊടുക്ക്, ടാറ്റ കൊടുക്ക്. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ കൊടുക്ക്.